വീണ്ടും നാം ഈ ദിവസങ്ങളൊക്കെ കൂടെയൊക്കെ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ നാമമായിട്ട് ഒരു കാര്യം ഓർമ്മിച്ചു കൊള്ളട്ടെ. ഈ കബറിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കാനായിട്ട് കടന്നു വരുന്ന നമ്മളൊക്കെ ഈ പരിശുദ്ധ പിതാവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം, മനുഷ്യ നല്ലതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഞാൻ പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനോട് നടക്കാനുമല്ലാതെ എന്താകുന്നു ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാവിന്റെ പാദസ്പർശങ്ങളാൽ അനുഗ്രഹീതമായിരിക്കുന്ന അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പുണ്യഭൂമിയിൽ ദൈവത്തിന്റെ അനുഗ്രഹം തേടി നാം ഇവിടെ എത്തുമ്പോൾ പരിശുദ്ധ പിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് 3 കാര്യങ്ങളാണ്. സഹോദര, എന്താണ് ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നത്? നീ ന്യായം പ്രവർത്തിക്കുന്നവനായിരിക്കണം. 2, നീ ദയാസമ്പന്നനായിരിക്കണം. 3, ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കണം. ഇതാകുന്നു യഹോവയായ ദൈവം നമ്മോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. ഇതാകുന്നു പരിമളത്തിന്റെ പരിശുദ്ധനായ പിതാവ് അദ്ദേഹത്തിന്റെ കബറിലേക്ക് കടന്നു വരുന്ന ഓരോ വിശ്വാസികളോടും ആവശ്യപ്പെടുന്നത്. എന്റെ സഹോദര, നീ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കണം. നീ ദയാലുവായിരിക്കണം. നീ ദയാലുവായിരിക്കണം. ന്യായം പ്രവർത്തിക്കുന്നവനായിരിക്കണം. ഒരിക്കലും ന്യായം നമ്മിൽ നിന്ന് വിട്ടുപോകുവാനായിട്ട് പാടില്ല. ഈ ഭാഗം, ഈ വേദചിന്ത സമൂഹ പുസ്തകം 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമായിട്ട് ചേർത്ത് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സമൂഹ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം. അവിടെ നാം പ്രകാരം കാണുന്നത്, യഹോവ സമൂഹത്തോട് പറയുകയാണ്, അവന്റെ മുഖമോ നീ നോക്കരുത്, ഞാൻ അവനെ കണ്ടിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഇതായത് നമ്മുടെ ചിന്താവിഷയമായിരിക്കട്ടെ. സമൂഹത്തിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ മനുഷ്യന്റെ ഹൃദയത്തെ നോക്കുന്നു. ഇസ്രായേൽ മക്കളെ ഭരിച്ചുകൊണ്ടിരുന്നത് യഹോവ തന്നെയാണ്. യഹോവ തന്റെ സന്താനമായിട്ട് ഇസ്രായേലിനെ തെരഞ്ഞെടുത്തിരുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം യഹോവയുടെ ആവശ്യപ്പെടുകയാണ്, എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ ജാതികൾക്കും രാജാവുണ്ട്, ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം. ദൈവകൽപ്പനയ്ക്ക് വിരോധമായിട്ടുള്ള ഒരു യാചനയായിരുന്നു, പ്രാർത്ഥനയായിരുന്നു അത്. എന്നാൽ അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് സൗലിനെ രാജാവായ ഇസ്രായേലിലേക്ക് യഹോവ ആക്കി കൊടുക്കുന്നു. സൗല് ദൈവത്തിന്റെ വഴിയിൽ നിന്ന് വിട്ടുമാറിയതുകൊണ്ട് രാജസ്ഥാനത്ത് നിന്ന് സൗലിനെ നീക്കം ചെയ്തു. വീണ്ടും ഒരു രാജാവിനെ തെരഞ്ഞെടുക്കുന്നു. സൗലിന് പകരമായിട്ട് ഒരു രാജാവ് ഇസ്രായേലിൽ വേണം. അപ്പോൾ യഹോവ തന്റെ പ്രവാചകനായ സമൂഹത്തെ വിളിച്ചിട്ട് പറയുകയാണ്, നീ കുന്തത്തിൽ ധൈര്യവുമായിട്ട് പുറപ്പെടുക. കുന്തം നിറച്ച് നീ ധൈര്യമെടുക്കുക, ധൈര്യവുമായിട്ട് പുറപ്പെടുക. അപ്പോൾ സമൂഹത്തിന് യഹോവയോട് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ പുറപ്പെടും? സൗലിനെ കണ്ടാൽ കൊന്നുകളയും. അവന് പകരമായിട്ട് രാജാവിനെ നടത്താൻ പോകും, അഭിഷേകം ചെയ്യാൻ പോകുന്നുവെന്ന് സൗലിന് മനസ്സിലായാൽ അവനെന്നെ കൊന്നുകളയും. ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ യഹോവ സമൂഹത്തോട് പറയുകയാണ്, നീ ഒരു പശുക്കിടാവിനെ കൊണ്ടുവരുന്നു, ഞാൻ യഹോവയെ യാഗിക്കാൻ പോകുന്നുവെന്ന് പറയണം. നീ ചെല്ലുന്ന സ്ഥലത്ത് ഇസ്രായേലിന്റെ മക്കളെയും യാഗത്തിനായിട്ട് ക്ഷണിക്കണം. യഹോവയുടെ കൽപ്പനയനുസരിച്ച് സമൂഹത്തിന് ആ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. അവിടെ ചെന്നപ്പോൾ ആ സ്ഥലവാസികളൊക്കെയും
ഇസ്രായേലിന്റെ 6 മക്കളും അവിടെ യാഗം കഴിക്കാനായിട്ട് കൊടുത്തു. യഹോവ സമൂഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരുന്നവനെ നീ അഭിഷേകം ചെയ്യണം. ഇസ്രായേലിന്റെ പുത്രന്മാരിൽ നിന്ന് ഒരുത്തനെ ഞാൻ നിനക്ക് കാണിച്ചു തരും, അവനെ നീ അഭിഷേകം ചെയ്യണം. ഇതായിരുന്നു സമൂഹ പ്രവാചകന് യഹോവയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൽപ്പന. യാഗം കഴിഞ്ഞു സമൂഹം ഇസ്രായേലിനെ ആവശ്യപ്പെടുന്നു, നിന്റെ മക്കളെ വിളിക്കുക. മൂത്ത മകനെ ആദ്യമായിട്ട് ഇസ്രായേൽ സമൂഹത്തിൽ നിൽക്കുന്നു. സമൂഹത്തിൽ കിട്ടിയിരിക്കുന്ന ആജ്ഞ, ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണമെന്നാണ്. മൂത്ത മകനായ ഏലിയാബിനെ സമൂഹത്തിന് മുമ്പാകെ കൊണ്ട് നിർത്തി. അപ്പോൾ യഹോവ പറയുകയാണ്, അവൻ്റെ മുഖമോ പൊക്കമോ നീ നോക്കരുത്, അവൻ്റെ മുഖമോ പൊക്കമോ നീ നോക്കരുത്. ഞാൻ തിരഞ്ഞെടുക്കുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. അപ്പോഴാണ് യഹോവ പറയുന്നത്, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, എന്നാൽ യഹോവ ഹൃദയത്തെ നോക്കി മനുഷ്യനെ മനസ്സിലാക്കുന്നു. നമ്മുടെ വ്യക്തിത്വങ്ങൾ ഒരുപക്ഷെങ്കിൽ പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. സമൂഹമധ്യേ മനുഷ്യരുടെ മുമ്പേ നമുക്കൊരു വ്യക്തിത്വം കാണും. നമ്മെക്കുറിച്ച് സമൂഹം മനസ്സിലാക്കുന്ന സംഗതികളൊന്ന്, യാഥാർത്ഥ്യമായിട്ടുള്ള നമ്മുടെ വ്യക്തിത്വം വേറൊന്ന്. നമ്മുടെ ഹൃദയത്തിൽ എന്ത് നാം ഗ്രഹിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, നാം എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് നമുക്ക് മാത്രം അറിയാം. മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. മനുഷ്യരുടെ മുമ്പായുള്ള നമ്മുടെ ഇടപെടൽ ഒരു രീതിയിൽ, ആ രീതിയിൽ മനുഷ്യൻ നമ്മെ മനസ്സിലാക്കുന്നു. യഹോവയായ ദൈവം പറയുകയാണ്, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, എന്നാൽ യഹോവയായ ദൈവം ഹൃദയത്തെ നോക്കുന്നു. ആദ്യത്തെ മകനായ ഇശായിയുടെ ആദ്യത്തെ പുത്രനായ ഏലിയാബിനെ സമൂഹത്തിന്റെ മുമ്പാകെ നിർത്തി. യഹോവയായ ദൈവം സമൂഹത്തിനോട് പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവന് ഇവനല്ല. രണ്ടാമത്തെ മകനായ അമീനാദാബിനെ സമൂഹത്തിന്റെ മുമ്പാകെ നിർത്തി. യഹോവ പറഞ്ഞു, ഇവനല്ല, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവന്. വീണ്ടും മൂന്നാമത്തെ മകനായ സമയെ സമൂഹത്തിന്റെ മുമ്പാകെ നിർത്തി. യഹോവ പറഞ്ഞു, ഇവനെയും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന 6 മക്കളെയും സമൂഹൽ പ്രവാചകന് മുമ്പാകെ നിർത്തുന്നു. സമൂഹലിന് വെളിപാട് കിട്ടുന്നു, ഇവരെയാരെയും യഹോവയായ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. ആ സമയത്ത് സമൂഹല് ഇശായോട് ചോദിക്കുന്നു, നിന്റെ മക്കൾ എല്ലാവരുമായോ? ഇനിയും നിനക്ക് വേറെ മക്കളില്ലേ എന്ന്. അപ്പോൾ ഇശായി പറഞ്ഞു, ഉണ്ട്, എനിക്കൊരു പുത്രൻ കൂടിയുണ്ട്, അവന് ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുന്നു. അവനെ വനഭൂമിയിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുന്നു. സമൂഹൽ പ്രവാചകൻ പറയുന്നു, നീ അവനെ വിളിക്കുക. ഏറ്റവും വലിയ മകനായ ദാവീദിനെ, 16-17 വയസ്സ് പ്രായമുള്ള ദാവീദിനെ സമൂഹത്തിന് മുമ്പായിട്ട് നിർത്തുന്നു. അപ്പോഴേ സമൂഹത്തിന് അരുളപ്പാട് ലഭിക്കുന്നു, യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവൻ തന്നെ, ഇവനെ അഭിഷേകം ചെയ്യുക എന്ന്. അവിടെ പ്രത്യേകമായിട്ട് നാം കാണുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ തിരഞ്ഞെടുക്കുന്നവനെ വേണം നീ അഭിഷേകം ചെയ്യുവാൻ. പട്ടത്താസ്ഥാനികള്, മേൽപ്പെട്ട സ്ഥാനത്തെ ഉയരപ്പെടുന്നവര് ഓരോക്കെയും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരായിരിക്കണം. ദൈവത്താൽ നിശ്ചയിക്കപ്പെടുന്നവര് അവർക്ക് അഭിഷേകം കൊടുക്കണം. ഇതാണല്ലോ നമ്മുടെ സഭയും നമ്മെ പഠിപ്പിക്കുന്നത്. ദാവീദിനെ ഇസ്രായേൽ ജനത്തിന്റെ രാജാവായിട്ട് തിരഞ്ഞെടുത്തതായ യഹോവയുടെ അരുളപ്പാട് സമൂഹത്തിന് ലഭിക്കുന്നു. സമൂഹത്തിൽ അവന് അഭിഷേകം ചെയ്യപ്പെടുന്നു. പിന്നീട് തുടർകഥകൾ നമുക്കറിയാം. വേദപുസ്തകത്തിൽ പല പുസ്തകങ്ങളായിട്ട് നാം വായിക്കുന്നുണ്ട്. അനേകം വർഷം ദാവീദ് ഇസ്രായേൽ ജനതയെ ഭരിക്കുന്നു. ദാവീദിന്റെ വംശത്തിലാണല്ലോ യേശുക്രിസ്തു ജനിക്കുന്നത്. ദാവീദിന് ലഭിച്ച ആ അഭിഷേകത്തിന്റെ പിൻതലമുറയിൽ യേശുക്രിസ്തു പൂജാതനാകുന്നു. യേശുക്രിസ്തുവിൽ നിന്ന് പരിശുദ്ധ ശിഷ്യന്മാരിൽ കൂടി പിന്തുടർച്ചയായ അഭിഷേകസ്ഥാനം നമ്മുടെ പിതാക്കന്മാർക്കും ഒരു ബ്രേക്ക് ഇല്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. 165 വർഷങ്ങൾക്ക് മുമ്പ് മുളന്തുരുത്തി വില്ലേജില് ജനിച്ച ഒരു കുഞ്ഞു പൈതല് കുഞ്ഞായിരിക്കുമ്പോൾ
ദൈവത്തിൻ്റെ ആത്മീയ ശിക്ഷണത്തിൽ വളരുന്നു. ഈ കുഞ്ഞിനെ പട്ടക്കാരനാക്കണമെന്ന് ആഗ്രഹിച്ചു. 10ാമത്തെ വയസ്സിൽ സമാസപ്പെട്ടതിൻ്റെ ആദ്യപടി ഈ കുഞ്ഞിനെ ലഭിക്കുന്നു. എന്നാൽ സ്വന്തം പിതാവ് ആഗ്രഹിച്ചു, ഇവനെ ഒരു ഇടവ പട്ടക്കാരനാക്കണം, മാതൃദേവാലയമായ മുളന്തുരുത്ത് വലിയപള്ളിയുടെ വികാരിസ്ഥാനം എൻ്റെ മകനെ ലഭിക്കണം, സമൂഹത്തിലെ ഉന്നതമായ ഒരു സ്ഥാനം പിതാവ് ആഗ്രഹിച്ചതാണ്. 10ാമത്തെ വയസ്സിൽ തനിക്ക് ആത്മീയശിക്ഷണം തന്നുകൊണ്ടിരുന്ന പിതാവിൻ്റെ സഹോദരൻ മൽപ്പാനച്ഛൻ വളരെ കഠിനമായ മസൂരി രോഗം കൊണ്ട് പിടിപെട്ട് മരിക്കുന്നു. ഈ ബാലൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് ബാലനും രോഗം പിടിപ്പെടുന്നു. അന്ന് മസൂരി എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിക്കാൻ ആൾക്കാർക്ക് അടുത്തേക്കുവാൻ വളരെ പേടി, ഭയം, മരുന്നുകളില്ല. മസൂരി രോഗത്താൽ അനേകരെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ ബാലനും രോഗം പിടിപ്പെട്ടു. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമോ എന്ന് സംശയം. അപ്പോഴാണ് ഒരു ദിവസം രാത്രിയിൽ പരിശുദ്ധ മാതാവ് സ്വപ്നത്തിൽ കൂടി ബാലനെ പ്രത്യക്ഷപ്പെട്ടിട്ട്, നീ രോഗത്തിൽ നിന്ന് സുഖമുള്ളവനായിത്തീരും, പക്ഷെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്, നിന്റെ ശിഷ്ടായുസ് മുഴുവനും നീ ദൈവത്തിനായിട്ട് സമർപ്പിക്കണം. ആ ദൈവവിളി കേട്ടുകൊണ്ട് ബാലൻ തൻ്റെ സഞ്ചാരം തുടങ്ങുകയാണ്. രോഗത്തിൽ നിന്ന് പിറ്റേ ദിവസം മുതൽ രോഗത്തിന് സമരം കെട്ടിത്തുടങ്ങി ദൈവവേലയ്ക്കായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. വിവാഹം കഴിച്ച് പട്ടക്കാരനാണെന്ന് പിതാവ് ആഗ്രഹിച്ചതിന് ഈ ബാലൻ എതിർത്തുകൊണ്ട്, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല, ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മുന്തിരിത്തോപ്പിലെ വേല ചെയ്യുവാൻ, എന്നെ സ്വയമായിട്ട് അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്തുടർ 18ാമത്തെ വയസ്സിൽ സമാസപ്പെട്ട ശുശ്രൂഷകളുടെ ഓരോ കർമ്മവും പൂർത്തിയാക്കിയിട്ട് ഒരു പൂർണ്ണ വൈദികനാകുന്നു. തുടർന്ന് 18ാമത്തെ വയസ്സിൽ തന്നെ ഓറപ്പിസ്കോപ്പിയാകുന്നു. പല ഇടവകളിലെ ശുശ്രൂഷകൾ നടത്തി 25ാമത്തെ വയസ്സിൽ ഒരു റംബാനാകുന്നു. റംബാനായിട്ട് അദ്ദേഹം നേരെ പോകുന്നത് അവിടെ മുളന്തുരുത്തേക്ക് അടുത്തുള്ള വെർട്ടിക്കൽ ചാപ്പലിലേക്ക്. അന്ന് ദേറാ പ്രസ്ഥാനം മലങ്കര സഭയിൽ തുടങ്ങിയിട്ടില്ല. നമ്മുടെ സഭയിൽ ദേറാ പ്രസ്ഥാനം തുടങ്ങിയിട്ട് 100 വർഷത്തിന് ഉള്ളിലാണ്. മൗണ്ട് താബോർ, ദേറായും മെലനിയാസും പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങിയിട്ട് 100 വർഷത്തിൽ കാലമാത്രമേ ആയിട്ടുള്ളൂ. ഈ മലങ്കര സഭയിലെ ദേറായ പ്രസ്ഥാനത്തിന് വെട്ടിക്കൽ ചാപ്പലിൽ പരിശുദ്ധ പിതാവ് താമസിച്ചുകൊണ്ട് ആരംഭം കുറിക്കുകയാണ്. 3ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദേറാ പ്രസ്ഥാനത്തിൻ്റെ ആരംഭകനായ വിശുദ്ധ അന്തോനിയോസിനെ തൻ്റെ മാതൃകാ പുരുഷനായിട്ട് ജീവിതത്തിൽ സ്വീകരിക്കുകയാണ്. പൗരസ്ത്യ സഭകളുടെ എല്ലാം ദേറാക്കാരുടെ ദേറാ പ്രസ്ഥാനങ്ങളുടെ എല്ലാം പിതാവായിട്ട് ആരംഭകനായിട്ട് കണക്കാക്കുന്ന വിശുദ്ധ അന്തോനിയോസ് ഒരു വലിയ രാജകുടുംബത്തിന് വലിയ സ്വത്തിൻ്റെ ഉടമയായിട്ട് പിറന്ന അന്തോനിയോസ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മാതാവും പിതാവും മരിച്ചു പോകുന്നു. അദ്ദേഹവും ഒരു സഹോദരിയും മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ബാലൻ ആഗ്രഹിച്ചു, എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിനായിട്ട് സമർപ്പിക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുന്നു, നിനക്കുള്ള ഈ വലിയ സ്വത്തുക്കൾ മുഴുവനും നീ വിറ്റിട്ട് ദരിദ്രർക്ക് ഗ്രാമവാസികൾക്ക് കൊടുത്തിട്ട് നിന്നെ തന്നെ എനിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അന്തോനിയോസ് ഈ ദൈവവിളി കേട്ടുകൊണ്ട് തൻ്റെ സ്വന്തം സഹോദരിയെ ഒരു മഠത്തിൽ കൊണ്ടാക്കിയിട്ട് അന്തോനിയോസ് നേരെ പോകുന്നത് ഒരു സെമിത്തേരിയിലുള്ള ഒരു ഖബർ മുറിയിലേക്ക്. ആ ഖബർ മുറിയിൽ ചെന്ന് 6 മാസം ധ്യാനിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഒരു ഗുഹയിലേക്ക് പ്രവേശിച്ചു. ഒരു ദിവസം ഒരു അപ്പക്കഷ്ണം മാത്രം ഭക്ഷിച്ചുകൊണ്ട് വ്രതത്തിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും മാത്രം ഈ പിതാവിനെ കഴിച്ചുകൂട്ടി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാൽ, മൗനവ്രതത്താൽ ആ നാട്ടിൽ അനേകം അത്ഭുതങ്ങൾ നടക്കുവാനിടയാകുന്നു. അദ്ദേഹത്തെ കാണുവാൻ ഗുഹയിലേക്ക് ആളുകൾ കൂടിക്കൂടുന്നു. ഇങ്ങനെ വലിയ ഒരു പിതാവിനെ മാതൃകയാക്കിക്കൊണ്ടാണ് ഈ യുവ വൈദികൻ, യുവ റംബാച്ചൻ തൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അന്തോനിയോസിനെ മാതൃകയാക്കിക്കൊണ്ട് വെട്ടിക്കൽ ചാപ്പലിൽ അദ്ദേഹം കഴിഞ്ഞുകൂടുന്നു. അതൊരു ദേറായിട്ട് വളരുന്നു. ഇന്നത് വെട്ടിക്കൽ ദേറായിട്ട് അറിയപ്പെടുന്നു. സഭയിൽ ദേറാ പ്രസ്ഥാനത്തിൻ്റെ സന്യാസ വ്രതത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് അവിടെയാണ്.
25-ാമത്തെ വയസ്സിൽ ഇറമ്പാനായി 28-ാമത്തെ വയസ്സിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ആദ്യം വിയോജിപ്പെ പ്രകടിപ്പിക്കുന്നു. ഇന്ന് കോടിക്കണക്കിന് രൂപ കൊടുത്ത് സ്വയമായ ചൊല്ലി മേൽപ്പെട്ട സ്ഥാനം കരസ്ഥമാക്കുന്ന ആളുകൾ ഇതര സഭകളിൽ കുറവല്ല. എന്നാൽ ഈ പിതാവിന് മേൽപ്പെട്ട സ്ഥാനം, ഉന്നതമായ മേൽപ്പെട്ട സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വിയോജിപ്പ് പറയുന്നു. എന്താണ് കാരണം? താൻ മേൽപ്പെട്ട സ്ഥാനം സ്വീകരിച്ചാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക്, എൻ്റെ വ്രതത്തിന്, എൻ്റെ ഏകാന്തതയ്ക്ക് ഭംഗം വരും. എൻ്റെ പ്രാർത്ഥനയ്ക്കും എൻ്റെ ഏകാന്തതയ്ക്കും എൻ്റെ വ്രതത്തിനും ഭംഗം വരുത്തിക്കൊണ്ട് മേൽപ്പെട്ട സ്ഥാനം സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറല്ല. എന്നാൽ പരിശുദ്ധ പിതാവ് പ്രാർത്ഥനയിൽ കൂടി ദൈവവുമായിട്ട് സംഭാഷിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് അരുളപ്പാട് ലഭിക്കുന്നു, ഈ സ്ഥാനം സ്വീകരിക്കുക എന്ന്. അങ്ങനെ പരിശുദ്ധ പിതാവ് മേൽപ്പെട്ട സ്ഥാനം സ്വീകരിക്കുന്നു. 28-ാമത്തെ വയസ്സിൽ മഹാപുരോഹിതനായിട്ട് സ്ഥാനമേൽക്കുന്നു. പ്രിയമുള്ളവരെ, സ്ഥാനമേൽക്കുന്ന സമയത്ത് അദ്ദേഹം കൊടുത്തിരുന്ന സൽമൂസ എന്ന് പറയുന്ന ആ അധികാരപത്രം പട്ടം കൊടുക്കുന്ന ആളിന് സമർപ്പിച്ചത് പരിമല പെരുന്നാൾ അടുത്തു വരുന്ന ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ, ഇന്റർനെറ്റില്, ഫേസ്ബുക്കില് ധാരാളമായിട്ട് മറ്റാളുകൾ കൊടുക്കാറുണ്ട്. താൻ സ്വയമായിട്ട് പാതൃകേസിന് അടിമപ്പെട്ടുകൊണ്ടാണ് ഈ സ്ഥാനം സ്വീകരിച്ചതെന്ന്. സത്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് പൂർണ്ണമായിട്ട് സത്യമല്ല. പാതൃകേസ് ഒരു വലിയ മേലധികാരിയായിട്ട്, വലിയ പിതാവായിട്ടൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹം ചൊല്ലിക്കൊടുത്ത വാചകങ്ങൾ പട്ടമേറ്റ പിതാക്കന്മാരെ കൈപ്പടയിൽ എഴുതി. പാതൃകേസ് പറഞ്ഞു കൊടുത്ത വാചകങ്ങൾ ഒരെഴുതി, ഒരു സ്വയമായിട്ട് എഴുതിയതല്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ പിതാക്കന്മാർ പട്ടമേറ്റതിന് ശേഷം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് അന്നത്തെ മലങ്കര മെത്രാപ്പൊലീത്തയായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാശ്വസ് രണ്ടാമൻ തിരുമേനിയുടെ ചേർന്ന് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാശ്വസ് തിരുമേനി മലങ്കരയിൽ സ്വതന്ത്രമായിട്ട് ഭരണം നടത്തിയിരുന്നു. പരിശുദ്ധ ഗ്രിഗോറിയോസ് തിരുമേനി പുലിക്കോട്ടിൽ തിരുമേനിയോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച ഭദ്രാസനങ്ങളുടെ പഠനം നടത്തിക്കൊണ്ടിരുന്നു. പരിശുദ്ധ ഗ്രിഗോറിയോസ് പിതാവ് എപ്പോഴും തൻ്റെ മേലധികാരിയെ വലിയ മെത്രാച്ചൻ എന്ന് സംബോധന ചെയ്തുകൊണ്ട് വളരെ ആദരവോടെ ബഹുമാനിച്ചിരുന്നു. പരിശുദ്ധ പിതാവിന്റെ കൽപ്പനകളെല്ലാം കാണുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവിന്റെയും പരിശുദ്ധ മാർത്തോമാശ്ലീഹായുടെയും മധ്യസ്ഥതയിൽ നാം ശരണം പ്രാപിക്കണം. അവരുടെ പെരുന്നാളുകള് പരിശുദ്ധ മാതാവിന്റെയും പരിശുദ്ധ മാർത്തോമാശ്ലീഹായുടെയും പെരുന്നാള് നിർബന്ധമായിട്ട് സഭാമക്കൾ ആചരിക്കണം. പരിശുദ്ധ സെയിന്റ് ഗ്രിഗോറിയോസിന്റെ കൽപ്പനകളിൽ തുടർച്ചയായിട്ട് നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. വേറൊരു ശ്ലീഹായ പെരുന്നാളോ വേറൊരു സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളിനെ ഓർക്കാനോ പിതാവ് പറഞ്ഞു കാണുന്നില്ല, കൽപ്പനകളിൽ കാണുന്നില്ല. പ്രിയമുള്ളവരെ, ഞാനിത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നിന്ന് വന്ന ഒരു പത്രക്കുറിപ്പിൽ ഒരു സംഗതി കാണുന്നുണ്ട്. ശരീരം മുഴുവനും വ്രണങ്ങൾ പിടിച്ച്, ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു കാര്യമാണ്. ശരീരം മുഴുവൻ വ്രണങ്ങൾ പിടിച്ച് മുഖത്തെ മാംസങ്ങളൊക്കെ പറഞ്ഞു പോയിക്കൊണ്ട് വികൃതമായിരിക്കുന്ന ഒരു മനുഷ്യനെ ഇപ്പോഴത്തെ പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് ഒന്നാമൻ പിടിച്ച് ആലിംഗനം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം വന്ന പത്രക്കുറിപ്പാണ്. ആ ഫോട്ടോ ഉൾപ്പെടെ പ്രസ് റിലീസ് വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിലും ചെയ്തത് ഇത് തന്നെയാണ്. ഇതിനോടൊപ്പം മാർപ്പാപ്പയുടെ ഒരു പ്രസ്താവന കാണുന്നുണ്ട്. പാവങ്ങളെയും പരസ്യക്കാരെയും ആശ്ലേഷിക്കുന്ന രക്ഷയുടെ വിരുന്നാണ് സഭ. പാവങ്ങളെയും താഴ്ന്നു കിടക്കുന്ന ആൾക്കാരെയും ആശ്ലേഷിക്കുന്ന രക്ഷയുടെ വിരുന്നാണ് സഭ എന്ന് പറയുന്നത്. ഇത് പരിശുദ്ധ മാർപ്പാപ്പ ഇപ്പോൾ പറഞ്ഞുവെങ്കിൽ 150 വർഷങ്ങൾക്ക് മുമ്പേ പരിശുദ്ധനായ ഗ്രിഗോറിയോസ് പിതാവ് പറഞ്ഞതാണ്. അയിത്തവും തൊട്ടുതീണ്ടലും നടക്കുന്ന ഒരു സമയത്താണ് പരിശുദ്ധ പിതാവ് ജീവിച്ചിരുന്നത്. താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളെ
പക്ഷെങ്കിൽ അദ്ദേഹത്തിന് താണവരോടും താഴെ കിടക്കുന്ന ആൾക്കാരെയും സമൂഹ മധ്യേ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹപരമായിട്ട് അങ്ങനെയുള്ളവരെ കാണാൻ മടിച്ചിരുന്ന ഒരു കാലത്ത് പരിശുദ്ധ പിതാവ് അവരുടെ കുടിലുകളിലേക്ക്, വീട്ടുകളിലേക്ക് കടന്നു ചെന്നു. മാർപ്പാപ്പ ഇപ്പോൾ പറയുകയാണ്, പാവപ്പെട്ടവരെയും പട്ടികക്കാരെയും ആശ്ലേഷിക്കുന്ന രക്ഷയുടെ വിരുന്നാണ് സഭ എന്ന് പറയുന്നത്. സഭ ഇതാണ് എന്നുള്ളത് 150 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പരമമാർ ഗ്രിഗോറിയോസ് പഠിപ്പിച്ചിരുന്നു. അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. താഴ്ന്ന ജാതിക്കാരുടെ ഇടയിലേക്ക്, സമൂഹത്താൽ തള്ളപ്പെട്ടവരുടെ ഭവനങ്ങളിലേക്ക് അദ്ദേഹം കടന്നു ചെന്നു. അവരെ തൊട്ട് ആശ്ലേഷിച്ചു. അവർക്ക് ക്രിസ്തുവിന്റെ ദൂതയെ പറഞ്ഞു കൊടുത്തു. ക്രിസ്തുവിനെ അവർ സ്വീകരിച്ചപ്പോൾ ഈ സഭയിൽ മാമോദിസ മുക്കി അവരെ സ്വീകരിച്ചു. പാരമ്പര്യ ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മുടെ പൂർവികര് അവരെ ഈ സഭയിലേക്ക് അംഗീകരിക്കുവാൻ വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ അവർക്ക് വേണ്ടി പള്ളികൾ പണിതു. പിതാവ് ചെയ്ത മറ്റൊരു വലിയ കാര്യമാണ്, ഇവരെ സമൂഹത്തിൽ ഉയർത്തണമെങ്കിൽ ഇവർക്ക് അറിവ് കൊടുക്കണമെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കണം. പള്ളിക്കൂടങ്ങളായിട്ട് മാറ്റി ശനിയാഴ്ച ഞായറാഴ്ച പള്ളികളിൽ ആരാധന നടക്കുമ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങൾ പള്ളിക്കൂടങ്ങളായിട്ട് മാറ്റി. പള്ളിക്കൂടം എന്നുള്ള വാക്ക് വരുന്നത് തന്നെ അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. പിതാവ് ആഗ്രഹിച്ച വേറെ കാര്യമാണ്, ഇവർക്ക് സാമാന്യ വിദ്യാഭ്യാസം കൊടുത്താൽ പോരാ, അതുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കണം. ഇംഗ്ലീഷ് ഭാഷ ഈ താഴ്ന്ന ജാതിയിലുള്ളവര് പഠിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് സമൂഹമധ്യേ ഉയരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി പ്രത്യേകം സ്കൂളുകൾ പരിശുദ്ധ പിതാവ് തുടങ്ങി. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ താൻ കടന്നു പോകുമ്പോഴൊക്കെ തന്നോട് ചേർന്നിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് സമൂഹത്താൽ, യഹൂദ ജനത്താൽ തള്ളപ്പെട്ടിട്ടുള്ള ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ആളുകളായിരുന്നു. യേശുക്രിസ്തു പഠിപ്പിച്ചത് അതേപടി പരിശുദ്ധ മാർ ഗ്രിഗോറിയോസ് പിതാവ് തന്റെ പ്രവർത്തി പന്ഥാവിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പ്രിയമുള്ളവരെ, നാം കാൽനടയാകുന്നു ഈ സ്ഥലത്തേക്ക്, ഈ പുണ്യഭൂമിയിലേക്ക് നടന്നു വരുന്നുണ്ട്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു തീർത്ഥാടനമാണ്. തീർത്ഥം കിട്ടുന്നതിന് വേണ്ടി സഞ്ചരിച്ച് ആടണം നടക്കുമ്പോൾ തീർത്ഥാടനമാകുന്നു. സ്വർഗത്തെ നോക്കിയുള്ള തീർത്ഥാടനമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. സ്വർഗത്തെ നോക്കിയുള്ള നമ്മുടെ ഈ തീർത്ഥാടന യാത്രയിൽ നാം ഈ പുണ്യഭൂമിയിൽ പരമരയിലും എത്തിച്ചേരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ദൈവമായിട്ടുള്ള ബന്ധത്തില് ഈ പുണ്യപിതാവ് ഒരു ഔഷധമായി തീരുന്നു. നാം ദൈവത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു മാർഗം മാത്രമല്ല, ദൈവമായിട്ടുള്ള സമ്പർക്കത്തില് പുണ്യപിതാവ് ഒരു ഔഷധമായിട്ട്, മരുന്നായിട്ട് മാറുകയാണ്. 2000 വർഷത്തെ പഴക്കമുള്ള ഈ രാജ്യത്തെ ക്രൈസ്തവ സഭയിലെ, ഈ രാജ്യത്തെ ആകമാന ക്രൈസ്തവ സഭയിലെ, ഈ രാജ്യത്ത് ജനിച്ചിട്ടുള്ള തദ്ദേശീയനായിട്ടുള്ള ആദ്യ പിതാവാണ് പരിശുദ്ധ മാർ ഗ്രിഗോറിയോസ് പിതാവ്. നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ നാം ചെല്ലുന്നത് മലങ്കരയുടെ പരിശുദ്ധനായ മാർ ഗ്രിഗോറിയോസ് എന്നാണ്. എന്നാൽ അതിനപ്പുറമായിട്ട് അദ്ദേഹം ആകമാന ലോകത്തേക്കുള്ള ഇന്ത്യയുടെ പരിശുദ്ധ പിതാവാണ്. മാർ ഗ്രിഗോറിയോസ്, സെയിന്റ് ഗ്രിഗോറിയോസ് ഓഫ് പെരുമഴ എന്നുള്ളതിനുപരിയായിട്ട് സെയിന്റ് ഗ്രിഗോറിയോസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ നിന്നുള്ള സെയിന്റ് ഗ്രിഗോറിയോസ് ആദ്യത്തെ പരിശുദ്ധ പിതാവാണ്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പിതാവ്. പ്രിയമുള്ളവരെ, ഇത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തില് യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ 2 വ്യക്തികൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ
രണ്ട് വ്യക്തികൾ യേശുവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നുണ്ട്. തൻ്റെ പരസ്യ പ്രവർത്തന വേളയിൽ അനേകം രോഗികൾക്ക്, തന്നെ സമീപിക്കുന്ന ആളുകൾക്ക് സൗഖ്യം കൊടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ നടത്തി താൻ യാത്ര ചെയ്യുമ്പോൾ സമൂഹത്തിലെ ഉന്നതനായ ഒരു വ്യക്തി, പരീശ പ്രമാണി ശീമോൻ എന്ന് പറയുന്ന ആള് യേശുവിനെ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ശീമോന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തു അവന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ആ സമയത്ത് യേശു ക്രിസ്തു ശീമോന്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ആ പ്രദേശത്തെ പാപിനിയായ ഒരു സ്ത്രീ, ആഭിചാരിയായ ഒരു സ്ത്രീ ശീമോന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. പലരും പറയുന്നു അത് മഗ്ദല മറിയമാണ് എന്ന്. എന്നാൽ മഗ്ദല മറിയം എന്നുള്ള പേര് സുവിശേഷത്തിൽ ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. മഗ്ദല മറിയത്തെ കുറിച്ച് നാം വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വേറൊരു സന്ദർഭത്തിലാണ്. എന്നാൽ പരീശ പ്രമാണിയായിരുന്ന ശീമോന്റെ ഭവനത്തിൽ ഒരു സ്ത്രീ കടന്നു ചെല്ലുന്നു, പാപിനിയായ ഒരു സ്ത്രീ കടന്നു ചെല്ലുന്നു എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവളുടെ കയ്യിൽ ഒരു ഭരണങ്ങര തൈലമുണ്ട്. യേശു ക്രിസ്തു ശീമോന്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അനുഗമിക്കുന്ന ജനങ്ങളോട് ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്താണ് ഈ സ്ത്രീ, പാപിനിയായ ഈ സ്ത്രീ ഓടിയെത്തി യേശുവിന്റെ കാൽക്കൽ വീഴുന്നതും കാൽക്കൽ വന്നിക്കുന്നതും അവളുടെ കയ്യിലുണ്ടായ ഭരണങ്ങര തൈലം തൈലം കൊണ്ട് അവന്റെ കാലുകൾ കഴുകുന്നതും, കാലുകൾ കഴുകിയിട്ട് തലമുടി കൊണ്ട് തുടയ്ക്കുന്നു. എന്നിട്ട് യേശുവിന്റെ കാൽപാദങ്ങൾ അവൾ ചുംബിക്കുന്നു. ഈ പരീശ പ്രമാണിയായ ശീമോൻ എന്ന് കണ്ടിട്ട് ചോദിക്കുകയാണ്, ഇത്ര വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദീർഘദർശിയായ ഈ മനുഷ്യൻ അറിയില്ലേ ഇപ്പോൾ ഭാവിയാണെന്ന്? ഈ ഇത്ര ഭാവിയായ ഒരു സ്ത്രീയെ അടുത്തിരുത്തിയിരിക്കുന്നത് തന്നെ പാപമല്ലേ? എന്തുകൊണ്ട് യേശു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പരീശ പ്രമാണി ശീമോൻ സമൂഹത്തിലെ ഉന്നതനായ വ്യക്തി ഇരുന്ന് ചിന്തിക്കുക. ഇവന്റെ ഹൃദയത്തിലെ ചിന്ത ഹൃദയത്തെ നോക്കുന്നവനായ യേശുവിന് മനസ്സിലാകുന്നു. വീണ്ടും അവിടെയാണ് കാണുന്നത്, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യേശുവോ ഹൃദയത്തെ നോക്കുന്നു. പരീശ പ്രമാണിയായ ശീമോന്റെ ഹൃദയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം യേശു മനസ്സിലാക്കുന്നു. എന്നിട്ട് യേശു ശീമോനെ വിളിക്കുകയാണ്, ശീമോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയുവാനുണ്ട്. ശീമോനെ, നിന്നോടൊരു കാര്യം എനിക്ക് പറയുവാനുണ്ട്. അതിന് ശീമോൻ യേശുവിനോട് പറഞ്ഞു, ഗുരുവോ പറഞ്ഞാലും. കടം കൊടുക്കുന്നവർ, അപ്പോൾ യേശു അവന് പറഞ്ഞു കൊടുക്കുകയാണ്, കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തന് 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുക്കാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായിക്കാൻ കടം കൊടുത്തിരുന്ന ആള് 2 പേർക്കും കടം ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ 6 അവനെ അധികം സ്നേഹിക്കും. അധികം ഇളച്ചു കിട്ടിയവൻ തന്നെ എന്ന് ഞാൻ ഊഹിക്കുന്നുവെന്ന് ശീമോൻ പറഞ്ഞു. അപ്പോൾ യേശു അവനോട്, നീ വിധിച്ചത് ശരിയെന്ന് പറഞ്ഞു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞു ശീമോനോട് പറഞ്ഞു, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് നനച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇവിടെ തന്നെ എൻ്റെ കാൽ ചുംബിച്ചു. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. പ്രിയമുള്ളവരെ, യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു പാരമ്പര്യമാണ്, ഒരു അതിഥി വീട്ടിലേക്ക് കടന്നു വന്നാൽ പെട്ടെന്ന് വെള്ളം കൊണ്ട് കൊടുക്കുക, കാൽ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വീടിനകത്ത് പ്രവേശിക്കുക, എന്നിട്ട് ചുംബനം കൊടുത്ത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ശീമോൻ യേശുവിനെ അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും ശീമോൻ ഈ ആദ്യത്തെ മര്യാദകൾ പാലിച്ചില്ല. യേശുവിൻ്റെ വെള്ളം കൊടുത്ത് യേശുവിൻ്റെ കാൽ കഴിയില്ല, ചുംബനം കൊണ്ട് അവനെ സ്വീകരിച്ചില്ല.
അവിടെയാണ് യേശു പറയുന്നത്, നീ ആദിത്യ മര്യാദകളെ പാലിച്ചില്ല. അതിനുശേഷം യേശു ആ സ്ത്രീയോട് പറയുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട രണ്ട് സംഗതികളുണ്ട്. രണ്ടുപേരും പാപത്തിന് അധീനരായിരുന്നു. എന്നാൽ സമൂഹം സീമോൻ പാപിയായിരുന്നുവെന്ന് അവൻ അംഗീകരിക്കുന്നില്ല. അവന്റെ കരുതലിൻ പ്രകാരം അവൻ ലോകത്തിൽ യാതൊരു പാപവും ചെയ്യുന്നില്ല. അവൻ അറിവുള്ള പാപങ്ങൾ അവൻ ചെയ്യുന്നില്ല. അവൻ മനസ്സിലാക്കുന്നു, ഞാൻ പാപരഹിതനാണ്, യേശുവിൽ നിന്നുള്ള പാപമോചനം എനിക്ക് ആവശ്യമില്ല. എന്നാൽ ഈ സ്ത്രീ ചിന്തിച്ചു, ഞാൻ പാപിനിയാണ്, എല്ലാ പാപങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് പാപമോചനം വേണം. സ്ത്രീ സമൂഹമധ്യേ പാപിനിയായിരുന്നുവെങ്കിൽ ഈ സീമോന് അവന്റെ ഹൃദയത്തിൽ പാപിയായിരുന്നു. അഹങ്കാരവും നിഗൂഢതയും അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നു. സ്വയമായിട്ട് അവൻ ചിന്തിച്ചു, ഞാൻ പാപിയല്ല എന്നുള്ളത്. അത് തന്നെ ഒരു വലിയ പാപമായിരുന്നു. പാപമോചനം കിട്ടുവാന് രണ്ടുപേർ തുല്യ സമയമുണ്ടായിരുന്നു, അവകാശങ്ങളുണ്ടായിരുന്നു. എന്നാൽ സീമോൻ ആ സമയം വൃഥാവാക്കി കളഞ്ഞു. പാപമോചനം അവൻ പ്രാപിക്കുന്നില്ല. ഈ സ്ത്രീയുടെ പാപമോചനം മോചിച്ചു കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത സമയത്ത് ഒരു പരിശുദ്ധന് എഴുതിയ ഒരു പുസ്തകം വായിക്കുവാനിടയായി. അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ചേർത്തിരിക്കുകയാണ്. വേറൊരു പരിശുദ്ധൻ ഈ ലോകത്തിൽ നിന്ന് ജീവൻ എടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആത്മാവിനെ ദൂതന്മാര് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. സ്വർഗത്തിന്റെ കവാടത്തിലെത്തിയപ്പോൾ ആത്മാവിനെ അവിടെ തടഞ്ഞു നിർത്തി. ദൂതന്മാര് കവാടത്തിലിരുന്നവര് ദൂതന്മാര് പറഞ്ഞു, നിനക്ക് ഇതിലേക്കൊക്കെ പ്രവേശിക്കുവാൻ അവകാശമുണ്ടോ? നിന്റെ പേര് ലിസ്റ്റിലുണ്ടോ? ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, നിന്റെ പേര് കാണുന്നില്ലല്ലോ എന്ന്. അദ്ദേഹം പറഞ്ഞു, എന്തോ തെറ്റുപറ്റിയതായിരിക്കാം, എന്റെ പേര് കാണാതിരിക്കുവാൻ സാധ്യതയില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു പാപവും ഈ ലോകത്തിൽ ചെയ്തിട്ടില്ല. ഒന്നുകൂടെ പരിശോധിച്ചാട്ട് ദൂതന്മാരവിടെ എഴുതുന്ന പുസ്തകങ്ങൾ പരിശോധിച്ചിട്ട് അവസാനം പറഞ്ഞു, നിന്റെ പേരിൽ ഒരു കുറ്റം കാണുന്നുണ്ട്, വ്യഭിചാര കുറ്റം. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഹീനപ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടില്ല. ആ കുറ്റം എന്റെ മേൽ വരുവാൻ സാധ്യമല്ല. വേദം പഠിപ്പിക്കുന്നതനുസരിച്ച് ഞാൻ ഒരു സ്ത്രീയെ നോക്കിയിട്ട് പോലുമില്ല. വ്യഭിചാര കുറ്റം എന്റെ മേൽ ചുമത്തുവാൻ പാടില്ല. ഇരുന്ന ദൂതന്മാർ വീണ്ടും പരിശോധിച്ചിട്ട് പറഞ്ഞു, നീ വ്യഭിചാരം ചെയ്തിട്ടുള്ളത് ഇല്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷേ നിന്റെ വീടിനകത്ത് അടുത്തുള്ള ഒരു വീട്ടില് കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു. അവര് വ്യഭിചാരം ചെയ്യുന്നവരായിരുന്നു. അവരുടെ വ്യഭിചാര കുറ്റം നിന്റെ മേൽ ചുമത്തിയിരിക്കുന്നു. കാരണം അവർ വ്യഭിചാര കുറ്റത്തിൽ ഏർപ്പെട്ടത് അവർക്ക് ജീവിക്കുവാനുള്ള വരുമാന മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ്. നിനക്ക് വരുമാനം ഉണ്ടായിരുന്നു, നീ ധാരാളമായിട്ട് ചെലവഴിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസത്തെ ആഹാരം പോലും ആ സ്ത്രീകൾക്ക് കൊടുക്കുവാനോ നീ സന്മനസ് കാണിച്ചില്ല. അവർ ജീവിക്കുന്നതിന് വേണ്ടി അവർ ആ കുറ്റം ചെയ്തു. അവർ ചെയ്ത കുറ്റം നിന്റെ മേൽ ചുമത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ഇവിടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്. സമൂഹത്തിന് പാപമോചനം ലഭിക്കുമായിരുന്നു. പക്ഷേ അവൻ ആ അവസരം നാശമാക്കി കളഞ്ഞു. പാപത്തെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മുടെ പാപത്തെ നാം അംഗീകരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. സ്വയമായി ചിന്തിക്കുമ്പോൾ നാം പാപങ്ങൾ ചെയ്യുന്നില്ല. എത്ര വലിയ പാപങ്ങൾ ചെയ്താലും അവ ഏറ്റുപറയുവാനും നമുക്ക് മടിയുണ്ട്. സത്യകുംഭസാരത്തിൽ പോലും കാര്യങ്ങൾ തുറന്നു പറയുവാനും നമുക്ക് പ്രയാസങ്ങളുണ്ട്. നമ്മുടെ പാപത്തെ ആദ്യം അംഗീകരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. പാപമോചനം സലോമോൻ പറഞ്ഞു, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് സുഖം വരികയില്ല. തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് സുഖം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യം.
ശീമോൻ യേശുവിനെ അതിഥിയായി ക്ഷണിച്ചു. യേശു അവന്റെ ക്ഷണം സ്വീകരിച്ചു. അവന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വന്നു. കൃപ കൊടുക്കുവാനായിട്ട് യേശു ആരെയും നിർബന്ധിക്കുന്നില്ല. ശീമോന്റെ ക്ഷണപ്രകാരം അവൻ ശീമോന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, കണ്ടാലും ഞാൻ വാതിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കടന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം സ്വീകരിക്കും. പ്രിയമുള്ളവരെ, വാതിൽ വന്ന് മുട്ടുന്നുണ്ട്. പക്ഷേ യേശു ക്രിസ്തു അകത്ത് വരണമെങ്കിൽ 2 ചുമതലകൾ നാം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. 1, വാതിൽ തുറക്കണം. 2, അവനെ അകത്തേക്ക് ക്ഷണിക്കണം. വാതിൽ തുറന്നാൽ മാത്രം പോരാ, അവനെ അകത്തേക്ക് ക്ഷണിക്കണം. യോഹന്നാൻ ശ്ലീഹയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിന്റെ വാതിൽ വന്ന് യേശു ക്രിസ്തു മുട്ടിക്കൊണ്ടിരിക്കുന്നു. നീ ഹൃദയത്തിൽ അവനെ സ്വീകരിക്കുകയാണെങ്കിൽ നിന്റെ ഹൃദയം കാണുന്നവനായി യേശു നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. യേശു നിന്റെ ഹൃദയത്തിൽ കൂടി നോക്കുന്നുണ്ട്. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നത് പോലെയല്ല, യേശു ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ കൂടി നിന്നെ നോക്കുന്നു. നീ എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ സമൂഹമധ്യേ മറച്ചു വെച്ചാലും നിനക്ക് ഒരു കാര്യവും നിന്റെ ഹൃദയത്തിൽ നിന്ന് മറച്ചു വെക്കുവാൻ സാധ്യമല്ല. അങ്ങനെ നോക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നോക്കുന്നവനാണ് യേശു. എല്ലാം കാണുന്നുണ്ട്. പാപമോചനത്തിന് വേണ്ടി കേണപേക്ഷിക്കുക. പ്രിയമുള്ളവരെ, സ്വർഗത്തേക്ക് നോക്കിയുള്ള ഒരു തീർത്ഥാടനമാണിത്. എല്ലാ വർഷവും പരിമേലയിൽ പദയാത്രയായിട്ട് വരുമ്പോൾ സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടനത്തിന്റെ ഒരു ഔഷധമായിട്ട് ഈ പരിമല പുണ്യവാളൻ മാറുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 4-ാം അധ്യായം 8-ാം വാക്യത്തില്, നിങ്ങൾ ദൈവത്തോട് അടുത്തു ചെല്ലുകയും എന്നാൽ ദൈവം നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് വരും. യാക്കോബ് ശ്ലീഹായുടെ പുസ്തകം 4-ാം അധ്യായം 8-ാം അധ്യായം. ഓരോരുത്തരുടെയും ഹൃദയം നോക്കുന്നവനായ ദൈവം. പ്രിയമുള്ളവരെ, ദാവീദ് പറഞ്ഞു, നീയല്ലോ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടങ്ങി, ഭയങ്കരവും അതിശയകരവുമായ നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാടുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മെ കണ്ടവനായ ദൈവം, അമ്മയുടെ ഗർഭപാത്രത്തില് പിണ്ടാകാരമായിരുന്നപ്പോൾ എന്നെയും നിന്നെയും നിങ്ങളെ ഓരോരുത്തരെയും കണ്ടവനായ ദൈവം, നീങ്ങപ്പെട്ട നാടുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം ജീവന്റെ പുസ്തകത്തിൽ എഴുതിയവനായ ദൈവം നമ്മോട് പറയുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ വാചകം, പ്രിയമുള്ളവരെ, ഈ ദൈവം എന്താണ് നിങ്ങളോട് ചോദിക്കുന്നത്? മനുഷ്യ, എന്താണ് ആ ദൈവം നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്? നിന്റെ സൃഷ്ടി ദൈവത്താൽ നടക്കപ്പെട്ടു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ അവൻ നിന്നെ മെടഞ്ഞു. പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്നെ കണ്ടു. ഒന്നുമില്ലാതിരുന്നപ്പോൾ നിന്നെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നു. ആ ദൈവം നിന്നോട് പറയുകയാണോ, നീ ന്യായം പ്രവർത്തിക്കണം, നീ ദയാലുവായിരിക്കണം, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ താഴ്മയോടെ നടക്കണം. ഇത് തന്നെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പുണ്യവാന് നമ്മോട് ആവശ്യപ്പെടുന്നു. പ്രാർത്ഥനയ്ക്കും ഏകാന്തതയ്ക്കും ഭംഗം വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് മേൽപ്പെട്ട സ്ഥാനം എടുത്തതിനെ കുറിച്ച് ദൈവസന്നിധിയിലിരുന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ച് അദ്ദേഹം ആ സ്ഥാനം സ്വീകരിച്ചു. ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട്, ഇസ്രായേൽ ജനത്തിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് മോശയെ യഹോവയായ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ഈ മോശെ യഹോവയോട് പറയുകയാണ്, എനിക്ക് വിക്കുണ്ട്, എന്റെ നാട്ടിലടിച്ചവനാണ് ഞാൻ, വാക്സാമർത്ഥ്യമില്ലാത്തവനാണ്. വിക്കുള്ള ഞാൻ, വാക്സാമർത്ഥ്യമില്ലാത്തവനാണ് ഞാൻ, സംസാരിക്കാൻ അറിയാത്ത ഞാൻ എങ്ങനെ ചെന്ന് മിസ്രയീം രാജാവിനോട് നിന്റെ ജനത്തെ വിട്ടുതരുവാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു? എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ യഹോവ അവനോട് മറുപടി കൊടുത്തു,
അല്ല ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാ യഹോവയായ ഞാനല്ലോ. ഊമനെയും ചെകിടനെയും കാഴ്ചയില്ലാത്തവനെയും ബധിരനെയും ഒക്കെ സൃഷ്ടിച്ചത് യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിലാണ് മോശയുടെ ഈ ദൈവവുമായിട്ടുള്ള ഈ സംഭാഷണം നാം കാണുന്നത്. എൻ്റെ നാവ് തടിച്ചതാണ്, വാക്സാമർത്ഥ്യമില്ലാത്തവനാണ്, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. അപ്പോഴാണ് യഹോവയായ ദൈവം ഇത് പറയുന്നത്, സകല സൃഷ്ടിയെ ഉണ്ടാക്കിയത് ഞാനാണ്, നീ എന്തിനു ഭയപ്പെടുന്നു? യെശയ്യാ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ, നിന്റെ വീണ്ടെടുപ്പുകാരന് നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നെ വീണ്ടെടുത്തവനായ നിയമിച്ചവനായ ദൈവം യഹോവ. യിരെമ്യാ പ്രവാചകന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അവന്റെ കുറവിനെ കുറിച്ച് ബോധ്യം വന്നപ്പോൾ യിരെമ്യാ പറയുകയാണ്, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ താനല്ലോ എന്ന് പ്രവാചകൻ പറഞ്ഞു. ഉടനെ യഹോവ അവന് മറുപടി കൊടുക്കുകയാണ്, നിന്നെ ഉദരത്തിൽ ഉളവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു. പിന്നെ യഹോവ കൈനീട്ടി യിരെമ്യാവിന്റെ നാവിനെ തുറന്നു. വീണ്ടും യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട് 45-ാം അധ്യായം 14-ാം വാക്യത്തിൽ, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേപ്പറിൽ വിളിച്ചിരിക്കുന്നു. എല്ലാം കാണുന്നവനായ ദൈവം, എല്ലാം കേൾക്കുന്നവനായ ദൈവം, എല്ലാം അറിയുന്നവനായ ദൈവം ഓരോ സൃഷ്ടിയെയും വളരെ അത്ഭുതകരമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ എല്ലാത്തിൻ്റെയും മേലുള്ള അധികാരസ്ഥാനം അവൻ മനുഷ്യന് നൽകി. പക്ഷേ വ്യത്യാസങ്ങൾ വരുന്നത് നമ്മുടെ നിലപാടുകളിലും ചിന്താഗതികളിലും മാത്രം. നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ ചിന്തകൾ, ഹൃദയത്തിലുള്ള ചിന്തകൾ എപ്രകാരം അതുപോലെ നാം ജീവിക്കുന്നു. പക്ഷെ നാം ഓർത്തിരിക്കണം, മനുഷ്യന്റെ കണ്ണിന് കാണുന്നത് പോലെയല്ല യഹോവയായ ദൈവം ഹൃദയത്തെ നോക്കി ഓരോരുത്തരെയും മനസ്സിലാക്കുന്നു. ഒരു കാര്യവും മറച്ചു വെക്കുവാൻ സാധ്യമല്ല. ഈ ലോകത്തിൽ ജീവൻ വന്ന് ഈ ലോകത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്ന ആ നിമിഷം വരെയും ദൈവം എന്നെ കാത്തുകൊള്ളും. ദൈവം എനിക്ക് തുണയായിട്ടുണ്ട്. പരിമല തിരുമേനിയെ പോലെയുള്ള പുണ്യപിതാക്കന്മാർ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഔഷധമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ദൈവസൃഷ്ടിയിലെ ഏറ്റവും ചെറിയ ഒരു സൃഷ്ടിയാണ് നമുക്കൊക്കെ രോഗം പരത്തുന്ന കൊതുക്. ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണം അനുസരിച്ച് ഒരു മഴത്തുള്ളി മൂലം കൊതുക് ചത്തുപോകും. എന്നാൽ അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്, അവരുടെ കണക്കുകളിൽ പ്രകാരം കൊതുകൊന്നും മഴയത്ത് ചാകുന്നില്ല. ദൈവസൃഷ്ടിയായ കൊതുക്, ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ചെറുതായ ജീവിയായ ഈ കൊതുകൊന്നും മഴയത്ത് ചാകുന്നില്ല. എന്നാൽ ഒരു അത്ഭുതം അവിടെ നടക്കുന്നത്, ഒരു കൊതുകിന്റെ 10,000 ഇരട്ടി ശക്തിയാണ് ഒരു മഴത്തുള്ളിക്കുള്ളത്. ഒരു കൊതുകിന്റെ 10,000 ഇരട്ടി ശക്തി ഒരു മഴത്തുള്ളിക്കുണ്ട്. ഒരു കൊതുകിന്മേൽ ഒരു മഴത്തുള്ളി വീഴുകയാണെങ്കിൽ അത് തിരിച്ചു പറക്കുന്നില്ല. മഴത്തുള്ളിയോടുകൂടി അത് താഴേക്ക്, ആ തുള്ളിയോട് ചേർന്ന്, ആ നനവിനോട് ചേർന്ന് അത് താഴേക്ക് പോകുന്നു. 5-6 ഇഞ്ച് താഴെ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഗതി അത് മാറ്റി അത് വീണ്ടും മേലിലേക്ക് പറക്കുന്നു. ഇങ്ങനെ പ്രാവശ്യം ആവർത്തിച്ച് ഇത് മഴയിൽ നിന്ന് രക്ഷപ്പെടുന്നു. കൊതുക് ഓരോ മഴത്തുള്ളിയിൽ നിന്നും കൊതുകിന് രക്ഷപ്പെടുവാനുള്ള ശക്തി അങ്ങനെ ദൈവം നൽകിയിരിക്കുന്നു. നാം പക്ഷികളെ നോക്കാം. എല്ലാ പക്ഷികളും മഴയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നുണ്ട്. മഴ മൂലം കൂടുതൽ മരിക്കുന്നത് മനുഷ്യരും മൃഗങ്ങളുമാണെങ്കിൽ പക്ഷികൾ കൂടുതൽ ചത്ത് കാണുന്നില്ല. പക്ഷികൾ മഴയിൽ നിന്ന് രക്ഷപ്പെടുന്നു. മഴ
പഠിക്കുമ്പോൾ വളരെ അപൂർവമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമുണ്ട്. വളരെ അപൂർവമായിട്ട് സാധാരണ പുസ്തകങ്ങളിൽ കാണാത്തൊരു സംഗതിയാണ്. മഹാത്മാഗാന്ധി 12 വയസ്സുള്ളപ്പോൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആയിരിക്കുന്ന ബാലനായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു പ്രയാസം തോന്നി ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിക്കുന്നു. ആത്മഹത്യ ചെയ്യുന്നു. ഈ പയ്യൻ 12 വയസ്സുള്ള പയ്യൻ ഒരു പ്രത്യേക വിലക്കുന്ന നിമിഷത്തിൽ. പക്ഷെങ്കിൽ ആ ആത്മഹത്യാ ശ്രമത്തിൽ ഈ ബാലൻ പരാജയപ്പെടുന്നു. അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടില്ല. ഒരു പക്ഷെങ്കിൽ അന്ന് ഈ പിറ്റു ബാലന് മരിച്ചു പോയിരുന്നുവെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഗതി എന്താകുമായിരുന്നു? അവൻ്റെ ജീവൻ നശിക്കുവാൻ പാടില്ലായിരുന്നു. അവൻ്റെ ഹൃദയത്തെ നോക്കി നിശ്ചയിച്ചിരുന്ന ദൈവം കണക്ക് കൂട്ടിയിരുന്നു. അവൻ മരിക്കാൻ പാടില്ല. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് 7-ാം വയസ്സിലും 12-ാം വയസ്സിലും 2 പ്രാവശ്യം ആത്മഹത്യ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടായി. 2 പ്രാവശ്യവും പരാജിതനായിപ്പോയി. ദൈവത്തിനൊരു നിശ്ചയമുണ്ടായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്ങിനെ കുറിച്ച്. അമേരിക്കയെ നയിക്കുന്നവനാണ്, എൻ്റെ ജനത്തെ നയിക്കുന്നവനാണ്, അവൻ മരിക്കാൻ പാടില്ല. യെരമ്യാ പുസ്തകത്തിന്റെ 10-ാം അധ്യായം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ നമ്മുടെ ഓരോ ജീവനും ബിശുവിന്റെ കയ്യിലെ കളിമണ്ണ് പോലെ. ബിശുവൻ കയ്യിലെടുത്ത കളിമണ്ണ് പാത്രങ്ങളായിട്ട് മാറ്റിയെടുക്കുന്നത് പോലെ നമ്മുടെ ജീവൻ ബിശുവിന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മുടെ ജീവിതം യഹോവയായ ദൈവം ഓരോരോ പാത്രങ്ങളായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഒരു വലിയ അമേരിക്കൻ ഭാര്യയും ഭർത്താവും ഉൾപ്പെടുന്ന ഒരു അമേരിക്കൻ മിഷണറി കുടുംബം 100-110 വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസിനടുത്തുള്ള വെല്ലൂരിൽ താമസിച്ചിരുന്നു. പിതാവ് ഡോക്ടറാണ്. വില്ലേജ് ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു. മൂത്തത് 6 ആൺമക്കള് 6 പേരും ഈ മാതാവിനോടും പിതാവിനോടും ഒപ്പം വെല്ലൂരിൽ താമസിക്കുന്നു. ഇളയൊരു പെൺകുട്ടിയുണ്ട്, ഐഡ. അവൾ അമേരിക്കയിൽ തന്നെ പഠിച്ചുകൊണ്ട് ജീവിക്കുന്നു, അമേരിക്കയിൽ ജീവിക്കുന്നു. ഈ പെൺകുട്ടി ഏറ്റവും ഒടുവിലത്തെ 7-ാമത്തെ ഈ പെൺകുട്ടി, 6 മക്കൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഈ പെൺകുട്ടി സ്കൂൾ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം മാതാപിതാക്കളോടൊത്ത് കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കുന്നതിന് വേണ്ടി വെല്ലൂരിലേക്ക് കടന്നു ചെല്ലുന്നു. ഈ പെൺകുട്ടി മാതാപിതാക്കളോടൊത്ത് വെല്ലൂരിൽ കഴിയുന്ന അവസരം പിതാവ് ജോലിക്കായിട്ട് പുറത്തു പോയിരിക്കുകയാണ്. വീട്ടിൽ മാതാവുമില്ല, ആൺകുട്ടികളാരുമില്ല. ഒരു പ്രത്യേക ദിവസം 3 പുരുഷന്മാര് 3 തലങ്ങളിലായിട്ട് ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. 3 പ്രാവശ്യം 3 അവസരത്തിലാണ് ഒരു ദിവസം ഈ 3 പുരുഷന്മാര് കടന്നു ചെന്നത്. ഒന്ന് ഒരു ബ്രാഹ്മണൻ, ഒന്ന് ഒരു താഴ്ന്ന ജാതിക്കാരനെ ഹരിജൻ, 3-ാമത് ഒരു മുസ്ലിം. പക്ഷെ ഒരു 3 പേരും കടന്നു ചെന്നത് ഒരേ ആവശ്യമായിരുന്നു. അവരുടെ ഭാര്യമാര് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പ്രസവ വേദനയിൽ ബുദ്ധിമുട്ടുന്നു. സാധാരണ സ്ത്രീകൾ, പ്രസവം എടുക്കുന്ന സ്ത്രീകൾക്ക്, കർമ്മിണികൾക്ക് അത് നിറവേറ്റാൻ കഴിയുന്നില്ല. ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് ഈ പെൺകുട്ടിയെന്ന് അവളുടെ ജീവൻ രക്ഷിക്കണം. ഈ പെൺകുട്ടി ഒരു ഡോക്ടറാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. ഈ പെൺകുട്ടി അവരോട് പറഞ്ഞു, ഞാൻ ഡോക്ടറല്ല, എൻ്റെ പിതാവ് ഡോക്ടർ, ഉടനെ വരും, ഞാൻ അദ്ദേഹത്തെ നിങ്ങളുടെ ഭവനത്തിലേക്ക് പറഞ്ഞു വിടാം. അപ്പോൾ അവർ പറഞ്ഞു, സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് സ്ത്രീകൾ മാത്രമുള്ള ഒരു റൂമിൽ വേറൊരു പുരുഷൻ പ്രവേശിച്ചുകൂടാ. ഞങ്ങളുടെ സ്ത്രീയെ ഒരു പുരുഷൻ മറ്റൊരു പുരുഷൻ തൊട്ടുകൂടാ. അവരുടെ ജീവൻ അപായത്തിലായാലും സാരമില്ല. പക്ഷെങ്കിൽ സാമൂഹിക വ്യവസ്ഥകൾക്കെതിരായിട്ട് ഒരു അന്യപുരുഷൻ ആ റൂമിൽ പ്രവേശിക്കുവാനോ അന്യപുരുഷൻ കൈകൊണ്ട് തൊടാനോ പാടില്ല. 3 പേരും മടങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ഈ പെൺകുട്ടി കാണുന്ന ഒരു കാഴ്ചയുണ്ട്. 3 സമയങ്ങളിലായിട്ട് 3 മൃതദേഹങ്ങൾ അവൾ താമസിച്ചിരുന്ന വീടിന്റെ മുൻവശത്തുള്ള റോഡിൽ കൂടി 3 ശവശരീരങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം തന്റെ അടുക്കൽ വന്ന പ്രസവവേദനയിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വേദന അനുഭവിക്കുന്നുവെന്ന് പറഞ്ഞ
തൻ്റെ മുമ്പിൽ കൂടി കടന്നു പോകുന്നു. അവൾ ഒരു മുറിയിലിരുന്ന് അത് കണ്ടിട്ട് അവൾ അകത്തുള്ള ഒരു മുറിയിൽ പ്രവേശിച്ച് യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാന് നീ എന്നെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കണമേ. ഇങ്ങനെയുള്ള മനുഷ്യർക്ക് രക്ഷപ്പെടുത്തുവാന് യേശുവെ നീ എന്നെ ഉപകരിക്കണമേ എന്ന് കണ്ണുനീരോടുകൂടി ഈ പെൺകുട്ടിയെ പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൾ മെഡിസിൻ പഠിക്കുവാനായിട്ട് തീർച്ചപ്പെടുത്തി പ്രതിജ്ഞയെടുത്തു. അമേരിക്കയിലേക്ക് തിരിച്ചു പോയി കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെഡിസിൻ പാസ്സായതിനു ശേഷം സ്വന്തം പിതാവിൻ്റെ കീഴിലെ ഇന്റേൺഷിപ്പ് ചെയ്യുവാനായിട്ട് വെല്ലൂരിലേക്ക് വരുന്നു. ഇന്റേൺഷിപ്പ് പിതാവിൻ്റെ കീഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിതാവ് മരിച്ചു പോകുന്നു. പക്ഷേ അവളുടെ ആ ദൃഢപ്രതിജ്ഞയിൽ നിന്ന്, മനുഷ്യരെ സേവിക്കുന്നതിൽ നിന്ന്, ദൈവം മനുഷ്യന് ജീവൻ കൊടുക്കുന്നുവെങ്കിൽ ആ ജീവൻ നിലനിർത്തുവാന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത പെൺകുട്ടി പിന്നോട്ട് മാറിയില്ല. 1900 ജനുവരി 1-ാം തീയതി ഈ പെൺകുട്ടി ഐഡ സ്കൈഡർ ഒരു രോഗിയെ, ഒരു ആയയെ കൊണ്ട് ഒരു നേഴ്സിംഗ് ഹോം തുടങ്ങുന്നു. ആ നേഴ്സിംഗ് ഹോമിൽ കൂടി രോഗികളെ ശുശ്രൂഷിക്കാൻ തുടങ്ങുന്നു. പിന്നീട് ആ നേഴ്സിംഗ് ഹോം ഒരു നേഴ്സിംഗ് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു നേഴ്സിംഗ് കോളേജായിട്ട് മാറി. അതിനുശേഷം അതൊരു പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള മെഡിക്കൽ കോളേജാകുന്നു. കുറകാല ആൺകുട്ടികളെ പഠിപ്പിക്കുന്ന നേഴ്സിംഗ് കോളേജും മെഡിക്കൽ കോളേജും ഒക്കെയായി. ഐഡ സ്കൈഡർ, പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് വെല്ലൂരിലുള്ള ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, ലോകപ്രസിദ്ധിയായിട്ടുള്ള വെല്ലൂർ ഹോസ്പിറ്റല്, വെല്ലൂർ മെഡിക്കൽ കോളേജിന്റെ ആരംഭം ഇതാണ്. ഒരു പെൺകുട്ടിയുടെ പ്രാർത്ഥനയുടെ ഫലമായി അവൾ പിന്നീട് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പ്ലാൻ ഔട്ട് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന രോഗികൾ യേശുവിനെ കണ്ട് സൗഖ്യം പ്രാപിക്കണം. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ യേശുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവരുടെ പഠിത്തം തുടർന്നു. അതനുസരിച്ച് ബിൽഡിംഗ് പ്ലാൻ ചെയ്തു. ഒരു സൈഡിൽ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ക്ലാസ് റൂമുകൾ, മറു സൈഡിൽ കുട്ടികൾക്ക് താമസിക്കും. ഒരു സൈഡിൽ ക്ലാസ് റൂമുകളും ലാബറട്ടറികളും, മറു സൈഡിൽ കുട്ടികൾക്ക് താമസിക്കുവാനുള്ള ഹോസ്റ്റൽ റൂംസ്. രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള വരാന്ത ചേർത്ത് അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. കുരിശും യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോയും അവിടെ സ്ഥാപിച്ചു. മുറിയിൽ നിന്ന് ക്ലാസ് റൂമിലേക്കും, ക്ലാസ് റൂമിൽ നിന്ന് താമസിക്കുന്ന മുറിയിലേക്കും കടന്നു പോകണമെങ്കിൽ ഈ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോകണം. ഇങ്ങനെയാണ് വെല്ലൂർ ഹോസ്പിറ്റല് പ്ലാൻ ഔട്ട് ചെയ്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ എപ്രകാരം ദൈവം തമ്പുരാൻ മെനഞ്ഞെടുക്കുന്നു എന്നുള്ളതിന് നമുക്ക് ഉദ്ദേശിക്കുവാൻ സാധ്യമല്ല. പക്ഷേ നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. പരമ്പര പുണ്യവാളുടെ ജീവിതം ചെറുഭാഗനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്തത് കൊണ്ട് ദൈവസന്നിധിയിലേക്കുള്ള മനുഷ്യന്റെ ഔഷധമായിട്ട് ആ പുണ്യവാൻ മാറുകയായിരുന്നു. ഹൃദയത്തെ നോക്കുന്നവനായ ദൈവം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ലോകപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള IIM, അവിടെ MBA കോഴ്സ്, MBA പഠിക്കുവാനുള്ള ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യയിലെ ഉന്നത വ്യവസായികളുടെ ജീവചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവിടെ നിർത്തും. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയായ, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായ മുകേഷ് അംബാനിയുടെയും അനിൽ അംബാനിയുടെയും പിതാവ് ധീരുഭായ് അംബാനി ചെറുപ്രായത്തിൽ ഒരു പെട്രോൾ പമ്പിൽ ജോലി എടുത്തുകൊണ്ടിരുന്ന ഒരു പയ്യനാണ്. ജീവിക്കുന്നതിന് വേണ്ടി പെട്രോൾ പമ്പിൽ ജോലി എടുത്തുകൊണ്ടിരുന്ന ആളാണ് ധീരുഭായ് അംബാനി. ഞാൻ വെറുതെ പറയുന്നതല്ല, IIM-ൽ MBA പഠിക്കുവാനുള്ള ടെക്സ്റ്റ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് പറയുന്നത്. ഒബ്രോയ് ഹോട്ടലിന്റെ ഉടമ, ഒബ്രോയ് എന്ന് പറയുന്ന ഉന്നത മനുഷ്യൻ, താൻ ഒരു റെസ്റ്റോറൻറ്റ് പോലും ആരംഭിക്കുന്നതിന് മുമ്പ് ജീവിതമാർഗത്തിന് വേണ്ടി ചായക്കടയിൽ, അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന പയ്യൻ. അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. മൈക്രോസോഫ്റ്റിന്റെ ഓണർ ബിൽ ഗേറ്റ് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി. സ്കൂളിൽ ക്ലാസ്സിൽ തോറ്റുപോയതിനാൽ സ്കൂൾ വിടേണ്ടി വന്നു. ഇന്ന് അദ്ദേഹം തന്നെ എഴുതിയിരിക്കുകയാണ്, ഞാൻ സ്കൂളിൽ പഠിക്കുവാൻ മോശക്കാരനായിരുന്നു, ഞാൻ ക്ലാസ്സിൽ തോറ്റുപോയി. എന്നാൽ എൻ്റെ ഫ്രണ്ട് അവിടുത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിരുന്നു.
ബോസായി, ഓണറായി. പക്ഷേ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായ എൻ്റെ ഫ്രണ്ട് എൻ്റെ കമ്പനിയിലെ ഉദ്യോഗസ്ഥനുമാണ്. സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് പറയുന്നത് പഠിക്കാൻ മോശക്കാരനായിരുന്നു, 9ാം ക്ലാസ്സിൽ തോറ്റുപോയ ഒരു വിദ്യാർത്ഥി. USA പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കനെ കുറിച്ച് പറയുന്നുണ്ട്, ബാലനായിരുന്നപ്പോൾ ഒരു ചെരുപ്പ് കുത്തിയുടെ പണിയെടുത്താണ് ജീവിച്ചത് എന്ന്. പ്രിയമുള്ളവരെ, ഞാനീ പറഞ്ഞു വരുന്നത്, ഹൃദയത്തെ നോക്കുന്നവനായ ദൈവം കൃഷ്ണന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നവനായ ദൈവം നമ്മുടെ ജീവിതത്തെ എപ്രകാരം ക്രമീകരിച്ചെടുക്കുന്നുവെന്ന് പറയുവാനും നമുക്ക് സാധ്യമല്ല. ഇന്ന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റായിട്ട് BJP നോമിനേറ്റ് ചെയ്തിരിക്കുന്ന നരേന്ദ്രമോദി ഞങ്ങളൊക്കെ ജീവിക്കുന്ന സ്ഥലത്തുള്ളതാണ്. അദ്ദേഹം ബാലനായിരുന്നപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ST ബസ് സ്റ്റാൻഡിൽ ഒരു ചായക്കടയിൽ ചായ വിറ്റുകൊണ്ടിരുന്ന പയ്യനാണ്. അദ്ദേഹം തന്നെ ഇപ്പോൾ തൻ്റെ പ്രസംഗത്തിൽ അത് വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ ചായ വിറ്റുകൊണ്ടിരുന്നതാണ്, അങ്ങനെയാണ് ജീവിച്ചത് എന്ന്. പ്രിയമുള്ളവരെ, പക്ഷേ ഇതോടൊപ്പം ഒരു കാര്യം നാം മനസ്സിലാക്കണം. ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുന്നത് എപ്പോഴായിരിക്കും, പ്രാർത്ഥനയ്ക്കുടനെ നമുക്ക് ഉത്തരം കിട്ടുമെന്നുള്ളതിനെ കുറിച്ച് ആർക്കൊരു നിശ്ചയവുമില്ല. യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ ദൈവമായിട്ട്, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ട് ഈ ലോകത്തിൽ ജനിച്ചവനായ യേശു ക്രിസ്തുവിന് പോലും 30 വർഷം തന്റെ പരസ്യ ശുശ്രൂഷകൾ, പരസ്യ പ്രവൃത്തി തുടങ്ങുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 30 വർഷം ഈ ലോകത്തിൽ സാധാരണക്കാരനായി ജീവിച്ചതിന് ശേഷമാണ് പരസ്യ ശുശ്രൂഷകൾ തുടങ്ങുവാൻ പിതാവിൽ നിന്നും ആജ്ഞ ലഭിക്കുന്നത്. അബ്രഹാം തന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിട്ടില്ലാത്തൊരു ദൈവം, ആ ദൈവത്തിന് വേണ്ടി താൻ ജീവിക്കുന്നത് ജീവിതത്തിൽ 25 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. ജോസഫ് ഒരു സ്ഥാനത്തെത്തുന്ന സഹോദരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട ജോസഫ് വീണ്ടും വീണ്ടെടുക്കപ്പെട്ടവനായി സഹോദരന്മാരെ രക്ഷിക്കുന്നതിനായി തീരുന്നതിന് 13 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ചെറുപ്പക്കാരനായ മോശ, ദൈവം അവന്റെ ബാല്യത്തിൽ തന്നെ മോശയെ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിലും പക്ഷെ പരസ്യമായിട്ടുള്ള ശുശ്രൂഷകൾ, പ്രവർത്തികൾ തുടങ്ങുന്നത് മോശയുടെ ജീവിതത്തിൽ 40 വർഷം വെയിറ്റ് ചെയ്തതിനു ശേഷമാണ്. ദീർഘകാലയളവാണ്. പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, അല്ലെ 1 വർഷം, 2 വർഷം പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടിയില്ല, മടിച്ചു പോകുവാൻ പാടില്ല. വലിയ വീരപുരുഷന്മാരുടെ, പരിശുദ്ധന്മാരുടെ ഒക്കെ ജീവചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. എപ്പോഴാണ് ഹൃദയത്തെ നോക്കുന്നവനായ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത്, നമ്മുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിനുള്ളതിനെ കുറിച്ച് നമുക്ക് പറയുവാനോ സാധ്യമല്ല. യേശു ക്രിസ്തുവിനോടൊപ്പം ജീവിച്ചിരുന്ന പത്രോസ്ലീഹ 3.5 വർഷം യേശു ക്രിസ്തുവിനോടുകൂടെ ജീവിച്ച് യേശു ക്രിസ്തുവിന്റെ എല്ലാ പ്രവർത്തികൾക്കും സാക്ഷിയായിരുന്ന പത്രോസ് ഏറ്റവും പറയുകയാണ്, ഞാൻ ഇനി മീൻ പിടിക്കാൻ പോവുകയാണ്, ഞാൻ വീണ്ടും മീൻ പിടിക്കാൻ പോവുകയാണ്. പത്രോസ്ലീഹ പറയുക, ജീവിതത്തിൽ പത്രോസിന് അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ അതിനേക്കാൾ വലിയ അനുഭവങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നിരിക്കാം. ഈ പത്രോസാണ് റോമാ സാമ്രാജ്യത്തില് നീറോ ചക്രവർത്തി ക്രൈസ്തവർക്കെതിരായിട്ട് പീഡനങ്ങൾ അഴിച്ചുവിട്ടു. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ പത്രോസ് വീണ്ടും ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങി. റോമിൽ ചെന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിച്ചു. നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് പീഡനം തുടർച്ചയായിട്ട് അഴിച്ചുവിട്ടു. റോമിലെ വിശ്വാസികൾ ആഗ്രഹിച്ചു പത്രോസിന്റെ ജീവൻ രക്ഷിക്കണം. പത്രോസിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് വിശ്വാസികൾ ആഗ്രഹിച്ചു. പത്രോസിനോട് ആവശ്യപ്പെടുകയാണ്, പത്രോസേ, നീ റോമാ നഗരം വിട്ടുപോകണം, നിന്റെ ജീവൻ അപകടത്തിലാകാൻ പാടില്ല.
നിന്റെ ജീവൻ അപകടത്തിലാകാതെ ഞങ്ങൾക്കൊരു നേതാവില്ലാതെ പോകും, ഞങ്ങൾക്കൊരു ഗുരുവില്ലാതായി പോകും. നിന്റെ ജീവൻ രക്ഷിക്കണം. അവരുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട്, യാതന സ്വീകരിച്ചുകൊണ്ട് നീറോ ചക്രവർത്തിയുടെ പീഡനത്തിൽ നിന്ന് പത്രോസ് രക്ഷപ്പെടുവാനായിട്ട് ഒളിച്ചോടുകയാണ്. പത്രോസ് ഒളിച്ചോടുന്ന അവസരത്തിൽ വഴിമധ്യേ യേശുവിനെ കണ്ടുമുട്ടുന്നു. യേശു പത്രോസിനോട് ചോദിക്കുകയാണ്, നീ എവിടേക്ക് പോവുകയാണ്? അവൻ പറഞ്ഞു, റോമാ ചക്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിനക്കറിയാമല്ലോ. വിശ്വാസികളോട് ആവശ്യപ്പെട്ടു, ഞാൻ ഒളിച്ചോടണം, ജീവൻ അപായപ്പെടാൻ പാടില്ല എന്ന്. അതിനാൽ ഞാൻ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് ഒളിച്ചോടുകയാണ് എന്ന്. പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു, നീ എവിടെ പോകുന്നു? അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ വീണ്ടും നിനക്ക് വേണ്ടി വീണ്ടും മരിക്കുവാനായിട്ട് ഞാൻ യെരൂശലേമിലേക്ക് പോവുകയാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നിനക്ക് മനസ്സിലായല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി നിനക്ക് വേണ്ടി മരിക്കണം എന്ന്. അപ്പോഴാണ് പത്രോസിന് മനസ്സിലാകുന്നത് അതിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച്, സീരിയസ്നെസ്സിനെ കുറിച്ച്. പത്രോസ് പറയുകയാണ്, യേശുവേ, നീ വീണ്ടും യെരൂശലേമിലേക്ക് പോയി എനിക്ക് വേണ്ടി മരിക്കുവാൻ പാടില്ല. ഞാൻ നിനക്ക് വേണ്ടി മരിക്കും. നീ അതുകൊണ്ട് ഞാൻ തിരിച്ച് റോമിലേക്ക് പോകുവാണ്, എന്നെ അനുവദിക്കണം. പാരമ്പര്യം പറയുകയാണ്, പത്രോസ് തിരിച്ച് റോമിലേക്ക് പോയി. റോമിൽ ചെന്നപ്പോൾ വളരെ ക്രൂരമായ പീഡനങ്ങൾ പത്രോസിന് നേരിടേണ്ടി വരുന്നു. പത്രോസിന്റെ മുമ്പിൽ വെച്ച് പത്രോസിന്റെ ഭാര്യയെ കുരിശിൽ തറച്ച് റോമാക്കാരെ കൊല്ലുന്നു. വലിയ പീഡനങ്ങൾ കൊടുക്കുന്നു. പത്രോസിന്റെ മനം മാറുന്നതിന് വേണ്ടി പത്രോസ് യേശുവിനുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവസാനം പത്രോസ് ക്രൂശ് മരണത്തിന് തയ്യാറാകുകയാണ്. ആ സമയം പത്രോസ് പറയുകയാണ്, തല മുകളിൽ ഉയർന്നു നിർത്തിക്കൊണ്ട് മരിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ യേശുവിനെ പല പ്രാവശ്യം സൂക്ഷിച്ചു പറഞ്ഞു. അവസാനം ഇതിൽ നിന്ന് ഓടിപ്പോകാൻ പരിശ്രമിച്ചു. അതുകൊണ്ട് യേശുവിന്റെ കാലിന് വന്നിച്ചുകൊണ്ട് ഞാൻ തലകീഴായിട്ട് മരിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ പത്രോസിനെ തലകീഴായിട്ട് കുരിശിച്ചു എന്നാണ് സഭയുടെ പാരമ്പര്യം പറയപ്പെടുന്നത്. പരിശുദ്ധ പരിമള പുണ്യമാണെന്ന് 1902 നവംബർ മാസം 2-ാം തീയതി കാലം ചെയ്തതിനു മുമ്പായിട്ട് പൈൽസിന്റെ അസുഖത്താൽ വളരെ ദിവസങ്ങളെ കടന്നു. പിതാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പ്രിയമുള്ളവരെ, പൈൽസ് എന്ന് പറയുന്ന അസുഖം പ്രത്യേകമായിട്ടുള്ള ആഹാരം കഴിക്കണം, ദഹനമുണ്ടാകണം, വിസർജനം ശരിയായിട്ട് നടക്കണം, അല്ലെങ്കിൽ പൈൽസ് കൂടിക്കൊണ്ടിരിക്കും. പിതാവിനെ കുറിച്ച് അന്ന് അറിയാവുന്നവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതിന് 7-8 മാസം മുമ്പുണ്ടായിരുന്ന വലിയ നോക്കിന് കഠിനമായി അദ്ദേഹം ഉപവസിച്ചു. വെള്ളം പോലും കുടിക്കാതെ ദിവസത്തിന്റെ 3 മണി വരെ യാതൊന്നും ഭക്ഷിക്കാതെ വെള്ളം പോലും കുടിക്കാതെ രോഗിയായിരുന്ന ഈ പിതാവ് കഠിന ഉപവാസവും വ്രതവും എടുത്തു. അസുഖം വർദ്ധിച്ചു. അന്നത്തെ കാലത്ത്, പ്രിയമുള്ളവരെ, മെഡിസിൻ ഡെവലപ്പ് ചെയ്തിട്ടില്ലല്ലോ, ശരിയായിട്ടുള്ള മെഡിസിൻ ഒന്നും അവൈലബിൾ അല്ലല്ലോ. രോഗം വർദ്ധിച്ചു. അദ്ദേഹം ശരീരത്തിന് ദണ്ഡനം കൊടുത്തുകൊണ്ട് ആത്മാവിനെ വളർത്തിക്കൊണ്ടിരുന്നു. ആത്മപോഷണം അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്നു. ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് യേശുവിനോടൊപ്പം ചേരുവാന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ രോഗം കഠിനമാകുന്നു. വൈദ്യന്മാരുടെയും ഡോക്ടർമാരുടെയും ഉപദേശം സ്വീകരിക്കാതെ പിതാക്കന്മാരെ സഭ എന്ത് പഠിപ്പിച്ചിട്ടുണ്ടോ അത് സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ നിയന്ത്രിച്ചു. ഭക്ഷണവും വെള്ളവും പോലും സ്വീകരിക്കാതെ അവസാനമായിട്ട് രോഗത്തിന് അർപ്പപ്പെട്ട് ദൈവനിശ്ചയപ്രകാരം ആത്മാവിന് ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുന്നു. ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവര് ആത്മാവിനെ ഈ ലോകത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും വീണ്ടും ആത്മാവ് ജീവിക്കുന്നു. നമ്മുടെ നഗ്നമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണുവാൻ സാധ്യമല്ല എങ്കിലും അവരുടെ സാന്നിധ്യം എപ്പോഴും
ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ടാണ്, ക്രിസ്ത്യ വിശ്വാസിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 2013 ജനുവരി 20 അത് രണ്ടാമത്തെ പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് 2 ബൈബിൾ തൊട്ടിട്ടാണ്. 2 ബൈബിൾ. ചില അമേരിക്കൻ പ്രസിഡന്റുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ബൈബിൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ബൈബിൾ തൊട്ടുകൊണ്ടാണ്. ഇപ്രാവശ്യം ഒബാമ ചെയ്തത് 2 ബൈബിൾ തൊട്ടിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആദ്യത്തെ ബൈബിള് കറുത്തവർഗക്കാരുടെ നായകനായിരുന്ന, ആദ്യത്തെ ബൈബിള് അടിമകളുടെ വിമോചകനായിരുന്ന അബ്രഹാം ലിങ്കൺ ഉപയോഗിച്ചിരുന്ന ബൈബിൾ. അമേരിക്കയിലെ അടിമ കച്ചവടം നിർത്തലാക്കിയ, അടിമകളുടെ വിമോചനം എന്നറിയപ്പെടുന്ന അബ്രഹാം ലിങ്കൺ ഉപയോഗിച്ച ബൈബിൾ. രണ്ടാമത്തെ ബൈബിള് കറുത്തവർഗക്കാരുടെ നായകനായിരുന്ന മാർട്ടിൻ ലൂതർ കിങ്. ഇവര് 2 പേരും ഉപയോഗിച്ചിരുന്ന ബൈബിൾ തൊട്ടുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റത്. പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിൽ വളരുന്നതോറും താഴ്മയുള്ളവരായിക്കൊണ്ടിരിക്കണം. ബൈബിൾ പഠിപ്പിക്കുന്നതാണ് ജീവിതത്തിന്റെ ചോരത്തുരുക്കില് മനുഷ്യൻ വലിയ സങ്കല്പങ്ങൾ നമ്മളെ കുറിച്ച് വെച്ചു പുലർത്താറുണ്ട്. വലിയ കാറുകൾ വാങ്ങിക്കുന്നത്, മോടി വലിപ്പമുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള കാറുകൾ വാങ്ങിക്കുന്നത് ജീവിതത്തിൽ ഒരു സന്തോഷം. വലിയ വീടുകൾ പണിയിക്കുന്നത്, 2-3 നിലകളുള്ള അനേകം ബെഡ്റൂംസുള്ള വീടുകൾ പണിയിക്കുന്നത് സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ നാം ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയുണ്ട്. എത്ര മനോഹരമായിട്ടുള്ള, ഏത് കളറിലുള്ള എത്ര വലിയ കാറുകൾ നാം ഉപയോഗിച്ചുകൊണ്ടിരുന്നാലും, എത്ര വലിയ വീടുകൾ നിർമ്മിച്ച് അവയിൽ നാം പാർത്തുകൊണ്ടിരുന്നാലും, അവസാന നിമിഷം ഈ ലോകത്തിൽ നിന്ന് നാം കടന്നു പോകുന്നത് ആ കല്ലറയ്ക്ക് വലുപ്പം കൂടത്തില്ല, വാതിലുകൾ കൂടത്തില്ല. 6 അടി മണ്ണിൽ കൊണ്ടുപോകാനുള്ള ആ കവാടം മാത്രമേ ആ കബറിന് ലഭിക്കുകയുള്ളൂ. ഈ ലോകത്തില് സമൂഹമധ്യേ എത്ര വലിയ വാഹനങ്ങൾ നാം ഉപയോഗിച്ചോട്ടെ, എത്ര വലിയ കോടിക്കണക്കിന് വിലയുള്ള വീടുകളിൽ നാം താമസിച്ചാട്ടെ, പക്ഷെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരുമ്പോൾ നാം കടന്നു പോകുന്ന ആ കല്ലറയ്ക്ക് വലുപ്പം കൂടത്തില്ല. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ലോകത്തിൽ നിന്ന് നാം ഒന്നും കൊണ്ടുപോകാനും സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് പരിമളമായിട്ട് നമുക്ക് വേണ്ടി ദൈവത്തോടുള്ള ജീവിതത്തിന്റെ ഔഷധമായിട്ട് മാറിയെങ്കിൽ ഇവിടെ എത്തുന്ന വിശ്വാസികൾ, ഇവിടെ എത്തുന്ന തീർത്ഥാടകര്, ഞാൻ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട്. ദൈവത്തിനു വേണ്ടി അദ്ദേഹം എങ്ങനെ ജീവിച്ചുവോ, ദൈവത്തിനു വേണ്ടി അദ്ദേഹം എന്ത് തൻ്റെ വിശ്വാസികളെ പഠിപ്പിച്ചുവോ, അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കലർത്തുവാൻ നമുക്ക് സാധ്യമാകണം. പിതാവ് ജീവിക്കുന്തോറും പരിശുദ്ധത കൂടിക്കൊണ്ടിരുന്നു, തൻ്റെ ശരീരം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു, ആത്മാവിന് വളർന്നുകൊണ്ടിരുന്നു. ഈ ദേവാലയം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ചർച്ചാണല്ലോ. പരിശുദ്ധനായ പൗലോസ്ലീഹായെ പരിശുദ്ധ പരിമലത്തിരുമി എൻ്റെ ജീവിതത്തിൽ മാതൃകയാക്കി എടുത്തിട്ടുണ്ട് എന്ന് അന്നത്തെ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ്ലീഹയെ കുറിച്ച് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. പൗലോസ്ലീഹ യേശുക്രിസ്തുവിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ തൻ്റെ ആദ്യം എഴുതിയ ലേഖനം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം AD 49 എഴുതപ്പെട്ടുവെന്ന് കണക്കാക്കപ്പെടുന്നു. ആ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്, ഞാൻ മറ്റ അപ്പോസ്തലന്മാരെക്കാളും കുറവുള്ളവനല്ല, എനിക്ക് യാതൊരു കുറവുമില്ല, ഞാൻ മറ്റുള്ള അപ്പോസ്തലന്മാരെ പോലെ അവർക്ക് തുല്യനായിട്ടുള്ളവനാണ്. യേശുവിനോടൊപ്പം ശിഷ്യനായിട്ട് ജീവിച്ചില്ലെങ്കിലും ഞാൻ അത്ര മോശക്കാരനല്ല എന്ന് പൗലോസ് ശ്ലീഹ ഗലാത്യരുടെ ലേഖനത്തിൽ സൂചന കൊടുക്കുന്നു. അങ്ങനെ ആ രീതിയിൽ പൗലോസ് ശ്ലീഹ എഴുതിയെങ്കിൽ
AD 55 ആയപ്പോഴേക്കും കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് സൂചിപ്പിച്ചിരിക്കുന്നത് ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്. ഞാൻ മറ്റ് അപ്പോസ്തലന്മാരെക്കാൾ മോശക്കാരനല്ല, അവർക്ക് തുല്യനാണ്, അവരെക്കാൾ കൂടുതൽ ഞാൻ പ്രവർത്തിക്കുന്നുവെന്ന് ആദ്യം എഴുതി പൗലോസ് വീണ്ടും പറയുക. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പറയുകയാണ് ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്. കുറെ വർഷങ്ങൾ കൂടി കഴിഞ്ഞ് AD 63 എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറയുകയാണ് ദൈവജനത്തിൽ ഞാൻ ഏറ്റവും നിസ്സാരനാണ്. മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുള്ള പൗലോസ് പലപ്പോഴും മരണത്തെ നേരിട്ട് കണ്ട് ദൈവത്തിന് വേണ്ടി ജീവിച്ച പൗലോസ് പറയുകയാണ് ദൈവജനത്തിൽ ഞാൻ ഏറ്റവും നിസ്സാരനാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വന്നപ്പോൾ ഒടുവിൽ തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ് ഞാൻ പാപങ്ങളിൽ ഒന്നാമനാണ്. ഞാൻ ശ്രേഷ്ഠതയുള്ള അപ്പോസ്തലനെന്ന് ആദ്യം എഴുതിയ ആളാണ്. പിന്നീട് പറയുന്നത് ഞാൻ മറ്റ് അപ്പോസ്തലന്മാരിൽ ചെറിയവനാണ്. വീണ്ടും ഉയർന്നു കഴിഞ്ഞപ്പോൾ പറയുകയാണ് ഞാൻ ദൈവജനത്തിൽ നിസ്സാരനാണ്. ജീവിതത്തിൻ്റെ അവസാനം വന്നപ്പോൾ പറയുകയാണ് ഞാൻ പാപങ്ങളിൽ ഒന്നാമനാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകുവാൻ സാധ്യമാണോ? ഇതാണ് ക്രിസ്തുവിനുള്ള വളർച്ച എന്ന് പറയുന്നത്. നാം ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഓരോ ദിവസവും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ ആയുസ്സിന്റെ ഒരു ദിവസം കടന്നുപോയി മരണത്തിലേക്ക് ഒരു ദിവസം കൂടി അടച്ചു. നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക്, മരണത്തിലേക്ക് ഓരോ ദിവസവും നാം അടുത്തു. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിന്നും കടന്നു പോകുമ്പോൾ ഈ ചിന്ത നമുക്കുണ്ടായിരിക്കട്ടെ, നാം മരണത്തോട് ഒരു ദിവസം കൂടി അടുത്തു. അതുകൊണ്ടാണ് മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നത് യഹോവയായ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, പരിശുദ്ധ പരമന പുണ്യവാളൻ നമ്മോട് ആവശ്യപ്പെടുന്നത്, മനുഷ്യ എന്താണ് നല്ലതെന്ന് നിനക്ക് ദൈവം കാണിച്ചു ന്യായം പ്രവർത്തിക്കുവാനും ന്യായമായിരിക്കുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോട് കടാതെ യഹോവ എന്താണ് നിന്നോട് വാദിക്കുന്നത്. സദർശവാക്യത്തിന് സലോമോൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. സലോമോന്റെ സദർശവാക്യങ്ങൾ 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ. വിശ്വസ്തമായി നിന്നെ കൈവിട്ടു പോകരുത്. വിശ്വസ്തയും നിന്റെ കെട്ടിക്കൊള്ളുക. നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക. അങ്ങനെ നീ യഹോവയ്ക്കും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽപ്രവൃത്തിയും പ്രാപിക്കും. എൻ്റെ വചനം കേട്ട് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് യഹോവയുടെ മന്ദിരത്തിൽ വന്നിരുന്ന് ധ്യാനിപ്പാനും ധ്യാനചിന്തയിലെ മുഴുകുവാനും ദൈവം തന്ന ഈ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് നന്ദി പറയാം. ഒരു ചെറിയ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉയരട്ടെ. നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നുള്ള ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി എൻ്റെ ഈ ധ്യാന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. യേശുവേ, ദൈവമേ, അനുദിനം അത്ഭുതകരമായി നീതിയിൽ എന്നെ വഴി നടത്തുന്ന യേശുവേ, നിന്നോട് പൂർണ്ണമായി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ആവശ്യമറിഞ്ഞ് എനിക്കെല്ലാം നൽകുന്ന അങ്ങേക്ക് മഹത്വം നേരുന്നു. അങ്ങനെയൊക്കെ ദാനമായി നൽകിയിട്ടുള്ള ഈ ദിവസത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ദിവസം അങ്ങയെ മഹത്വപ്പെടുത്തുവാനും സഹോദരങ്ങളെ സേവിക്കുവാനും യേശുവേ എനിക്ക് സഹായം നൽകണമേ. എൻ്റെ ജീവിതത്തിൽ ഈ ദിവസം ഒരിക്കലും ഇനിയും ആവർത്തിക്കുകയില്ലെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. നല്ലത് കാണുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് മാത്രം സംസാരിക്കുവാനും അങ്ങയുടെ വഴിയിൽ നടക്കുവാനും ഞാൻ എന്നെ തന്നെ നിന്നു മുമ്പാകെ സമർപ്പിക്കുന്നു. തിരുരക്തത്താൽ എന്നെ കഴിയണമേ. ആത്മാവിനെ ഭക്ഷിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും
ആത്മീയ മനുഷ്യരായി വളർത്തുകയും ചെയ്യണമേ. യേശുവെ, അങ്ങയുടെ ഇഷ്ടമറിഞ്ഞ് ജീവിച്ച് എൻ്റെ ഹിലോകവാസം ധന്യമായി തീരണമേ. പരിശുദ്ധ അമ്മേ, മാലാഖമാരെ, വിശുദ്ധന്മാരെ, പരമമാത്മീയോസെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, അപേക്ഷിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ വാക്കുകളെ കേട്ട നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഈ അവസരം തന്നിട്ടുള്ള ഇവിടുത്തെ മാനേജർ